ുള്ള മുഅ്മിനീങ്ങളെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നിസാ, സ്ത്രീകൾ എന്ന അധ്യായമാണ്. അതിലെ 7 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ ചർച്ച ചെയ്യുന്നത്. അതിലൊന്നാമത്തത് ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാം കടന്നു വരുമ്പോൾ അറേബ്യൻ ജനതയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അക്രമമാണ് പുരുഷന്മാർക്ക് അഥവാ മുതിർന്ന പുരുഷന്മാർക്ക് മാത്രമാണ് അനന്തര സ്വത്ത് നൽകപ്പെട്ടിരുന്നത്. സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അനന്തര സ്വത്ത് നൽകപ്പെട്ടിരുന്നില്ല. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. മാത്രമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഉമ്മു കഹ്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി അവലാതിപ്പെടുകയുണ്ടായി. യാ റസൂലല്ലാഹ് ഇന്ന ലീ ഇബ്നതൈനി ഖദ് മാത അബൂഹുമാ വലൈസ ലഹുമാ ശൈഉൻ. ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് 2 പെൺമക്കളുണ്ട്. ഇവരുടെ പിതാവാകട്ടെ മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ വലൈസ ലഹുമാ ശൈഉൻ, ഈ 2 പെൺമക്കൾക്ക് യാതൊരു വിധമായ ഓഹരിയുമില്ല, യാതൊരു അനന്തരാവകാശവുമില്ല, യാതൊരു സ്വത്തുമില്ല. എല്ലാം അവരുടെ സഹോദരങ്ങളും ബന്ധുക്കളും വീതം ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഈ 2 പെൺമക്കളെ പോറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു പരാതിയായി പരിഭവമായി പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. അല്ലാഹു ആയത്തിറക്കി, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടിച്ചു പോകുന്ന അല്ലെങ്കിൽ ഇട്ടിട്ടു പോകുന്ന സ്വത്തിൽ പുരുഷന്മാർക്ക് അവകാശമുണ്ട്. ഒപ്പം വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടിട്ടു പോകുന്ന സ്വത്തിൽ സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്ന് ആയത്. മിമ്മാ ഖല്ല മിൻഹു ഔ കതുറ, അത് എത്ര കൂടിയ സ്വത്താകട്ടെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സ്വത്താകട്ടെ, എങ്ങനെയാണെങ്കിലും കൂടിയാലും കുറഞ്ഞാലും ആണിനും വിഹിതമുണ്ട്, പെണ്ണിനും വിഹിതമുണ്ട്. നസീബം മഫ്റൂള, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള വിഹിതമാണ്. പടച്ചവൻ നിശ്ചയിച്ചതാണ്. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇനി മുതൽ നിങ്ങൾ സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ ആ ഓഹരി ചെയ്യുന്നത് ആണിനും പെണ്ണിനും നിങ്ങൾ ഓഹരി നൽകണം എന്ന് അല്ലാഹുവിന്റെ തീരുമാനം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമാക്കി, നിയമമാക്കി, നടപടിയാക്കി. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് ശ്രദ്ധിച്ചാൽ മതിയാകും. ഒന്നാമതായി പറഞ്ഞു, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ. ലിർരിജാലി വൻ നിസാഇ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ആണിനും പെണ്ണിനും മാതാപിതാക്കളും ബന്ധുക്കളും വിട്ടിട്ടു പോകുന്ന സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാഹു ലിർരിജാലി വൻ നിസാ, ആണിനും പെണ്ണിനും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിന് വിഹിതമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, അതേ വാക്ക് തന്നെ, പുരുഷന് പറയപ്പെട്ട വാക്ക് തന്നെ അല്ലാഹു ആവർത്തിച്ചിട്ട് സ്ത്രീക്കും ഉണ്ട് എന്ന് പറയുന്നു. തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ കൃത്യമായിട്ട് പെണ്ണിനും നൽകണം എന്ന് പറഞ്ഞു.
ആരംഭ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അനന്തര സ്വത്ത് നൽകപ്പെട്ടിരുന്നില്ല, കൊച്ചുകുട്ടികൾക്കും അനന്തര സ്വത്ത് നൽകപ്പെട്ടിരുന്നില്ല. അതിന്റെ പരാതിയാണ് ഈ പറയപ്പെട്ട സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അവരാധിപ്പെട്ടത്. وَإِذَا حَضَرَ الْقِسْمَةَ أُولُو الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ فَارْزُقُوهُ مِنْهُ. ഈ ആയത്ത് മൻസൂഖായ ആയത്താണ്. എന്ന് പറഞ്ഞാൽ ആയത്ത് അങ്ങനെ തന്നെ നിൽക്കുന്നു, പക്ഷേ ആയത്തിന്റെ നിയമം ഇപ്പോൾ അത് പ്രാബല്യത്തിലില്ല. നേരത്തെ നമ്മൾ ഇതുപോലെ നാസിഖ് മൻസൂഖിന്റെ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ആയത്ത് അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ ഈ ആയത്തിന്റെ നിയമം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ ഫർസുഖൂഹും മിൻഹു. നിങ്ങൾ സ്വത്തുക്കൾ ഓഹരി വെക്കുമ്പോൾ, മാതാപിതാക്കളുടെ സ്വത്തുക്കൾ നിങ്ങൾ ഓഹരി വെക്കുമ്പോൾ, ആ ഓഹരി വെക്കുന്ന സമയത്ത് ബന്ധുക്കളോ അനാഥകളോ ദരിദ്രരോ എന്തെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളടുക്കലേക്ക് വരികയാണെങ്കിൽ, നിങ്ങളടുക്കൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അവർക്കും കൂടി കൊടുക്കണം എന്ന നിയമമുണ്ടായിരുന്നു. നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന നിയമമുണ്ടായിരുന്നു. എങ്ങനെ? മാതാപിതാക്കളുടെ സ്വത്തുക്കൾ അത് വിഹിതം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബന്ധുക്കളോ അനാഥകളോ ദരിദ്രരോ അവിടെ ഇത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ആ സ്വത്തിൽ നിന്ന് അവർക്കും കൂടി നിങ്ങൾ ദാനമായി നൽകണം എന്നുള്ള നിയമം ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഫറായിലിന്റെ നിയമം ഓരോരുത്തർക്കും ഇന്ന വിഹിതമുണ്ട്, ഇന്ന വിഹിതമുണ്ട്, ഇന്ന വിഹിതമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയപ്പോ ഈ നിയമം അസ്ഥിരപ്പെട്ടു പോയി. ആയത്ത് അങ്ങനെ തന്നെയുണ്ട്, നിയമം അസ്ഥിരപ്പെട്ടു പോയി. ഈ നിയമം അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹ അസ്മാ ബിൻത് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവർ പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് വിഹിതം ചെയ്ത സമയത്ത് ഈ പറയപ്പെട്ട ബന്ധുക്കളും അതുപോലെ തന്നെ അനാഥകളും ദരിദ്രരുമായ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സ്വത്തം വീതം ചെയ്തതിനു ശേഷം ആ വന്ന മുഴുവൻ ആളുകൾക്കും ഈ സ്വത്തിൽ നിന്ന് വീതിച്ചു കൊടുക്കുകയുണ്ടായി. അനാഥകൾക്ക്, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾക്ക്, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്ക് ഒക്കെ എല്ലാവർക്കും കൊടുത്തു. വന്ന എല്ലാവർക്കും വീതം ചെയ്തു കൊടുത്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുക, ഇന്ന് സ്വന്തം അനന്തരാവകാശികൾക്ക് തന്നെ കൊടുക്കുന്നില്ല, പിന്നെ ഇനി വെളിയിൽ നിന്ന് ആളുകൾ വന്നാൽ കൊടുക്കുന്നില്ല. സ്വന്തം അനന്തരാവകാശികൾക്ക് തന്നെ കൊടുക്കുന്നില്ല. ആ ചേട്ടന്റെ അനിയൻ പിടിച്ചു വെക്കാനും അനിയന്റെ ചേട്ടൻ പിടിച്ചു വെക്കാനും പെങ്ങളുടെ സ്വത്ത് കവരാനും അതിനുവേണ്ടി കോടതി വരെ കേസ് കൊടുക്കാൻ ഇന്ന് ഉമ്മത്ത് തയ്യാറാണ്. എല്ലാം വാരിക്കൂട്ടണം, പിടിച്ചെടുക്കണം, വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഇങ്ങനെ മനോഭാവം ഉള്ളവരാണ് മറ്റുള്ള പുറത്തുള്ള ആളുകൾ അനന്തര സ്വത്ത് വീതം ചെയ്യുമ്പോൾ അവിടേക്ക് വരുമ്പോൾ അവർക്ക് കൂടെ കൊടുക്കുന്നത്. ആ നിയമം എന്തായാലും അസ്ഥിരപ്പെടുത്തപ്പെട്ടത് എന്തായാലും നന്നായിപ്പോയി. ആ നിയമമൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കുടുക്കി പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ നിയമമില്ല. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നല്ല വർത്തമാനം നിങ്ങൾ പറയുകയും ചെയ്യണം. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ. നിങ്ങൾക്ക് പുറകെ ദുർബലരായ, യാതൊരു സമ്പത്തോ കാര്യശേഷിയോ ഒന്നുമില്ലാത്ത ദുർബലരായ മക്കളെ വിട്ടേച്ചു പോകുന്നവർ, അവരെ ഓർത്ത് വല്ലാതെ ഭയപ്പെട്ടു പോകുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണം. ഞാൻ വിട്ടിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മക്കൾ, അവർ കൊച്ചുമക്കളാണ്, അവർ ദരിദ്രരാണ്, അവർക്കൊന്നും ഞാൻ നൽകിയിട്ടില്ലല്ലോ, ഒന്നും കൊടുക്കാനില്ലല്ലോ.
എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ മറ്റുള്ളവരുടെ വിഷയത്തിൽ നിങ്ങൾ അതിനെ ഭയപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. സ്വത്ത് വിഹിതം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഏറ്റവും നല്ല വർത്തമാനങ്ങൾ നിങ്ങൾ പറയണേ, നല്ല വാക്ക് നിങ്ങൾ പറയണേ. സാധാരണ ഏറ്റവും മോശപ്പെട്ട വാക്ക് പറയുന്ന സന്ദർഭമാണ് സ്വത്ത് വീതം ചെയ്യുന്ന സമയം, സ്വത്ത് വിഭജനം നടക്കുന്ന സമയം. എല്ലാ മിക്ക കുടുംബങ്ങളിലും, ദീനില്ലാത്ത മിക്ക കുടുംബങ്ങളിലും സ്വത്ത് വിഭജനം ചെയ്യപ്പെടുന്ന സമയത്തിലാണ് ഏറ്റവും മോശപ്പെട്ട വാക്കുകളും പദപ്രയോഗങ്ങളും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സന്ദർഭത്തിൽ വഖൂലു ഖൗലൻ സദീദാ വൽയഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ ഏറ്റവും നല്ല വർത്തമാനം ആ സമയത്ത് പറയണം. ഒന്ന്, രണ്ട്, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ നൽകപ്പെടുന്ന സ്വത്തിൽ അല്ലെങ്കിൽ അനന്തരാവകാശം കൊടുക്കുന്നതിലോ വാങ്ങിക്കുന്നതിലോ എന്തെങ്കിലും വഞ്ചനകൾ വന്നിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ പിടിവീഴും. അതുകൊണ്ട് പടച്ചവനെ സൂക്ഷിച്ചോണം. ആ സമയത്ത് മോശപ്പെട്ട ഒരു വാക്ക് നിങ്ങൾ പറയരുത്, നല്ല വർത്തമാനങ്ങളെ പറയാവൂ. രണ്ടാമത്തെ വിഷയം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ആയത്തുകളിൽ വന്നു, അനാഥകളുടെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവസാനം അല്ലാഹു പറഞ്ഞു നിർത്തുന്നു, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ, അക്രമപരമായി അനാഥകളുടെ സ്വത്ത് കവർന്നെടുത്ത് അതാരെങ്കിലും തിന്നുന്നുവെങ്കിൽ, ആരെങ്കിലും തീറ്റിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും തിന്നുന്നുവെങ്കിൽ, ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ, അവർ തിന്നുന്നത് നരകത്തിന്റെ തീയാണ് അവരുടെ വയറ്റിലേക്ക് അവർ തിന്നിറക്കി വിടുന്നത്. സുബ്ഹാനല്ലാഹ്. വസയസ്ലൗന സഈറ, നാളെ സുനിശ്ചിതമാണ് അവർ നരകത്തിലാണ് പ്രവേശിക്കുന്നത്. നമ്മൾ മുമ്പ് ഈ സൂറത്തിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഏറെ കേട്ടതാണ് അനാഥകളുടെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അതിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തണമെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇന്നത്തെ അല്ലാഹു അവസാനമായി ഇവിടെ സൂചിപ്പിച്ചത്, ഇവിടെ പറഞ്ഞത്, അക്രമപരമായി അവരുടെ സ്വത്ത് കവർന്നെടുത്ത്, തനിക്ക് യാതൊരു അവകാശവുമില്ല, പക്ഷെ അക്രമപരമായി അവരുടെ സ്വത്ത് കവർന്നെടുത്ത് ആരെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ അവർ വയറിന്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് നരകത്തിന്റെ തീയാണ്. നാളെ നരകത്തിലേക്കാണ് അവരെ വലിച്ചെറിയപ്പെടുക. നഊദു ബില്ലാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തന്നെ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ യാതൊരു വിധമായ സ്വത്തിന്റെ അവകാശങ്ങളും നൽകപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്, അവർക്ക് കൂടി നൽകണം എന്നുള്ള ആയത്ത് അവതരിക്കുന്നത്. രണ്ടാമതായി നമ്മൾ കേട്ടത്, സ്വത്ത് വീതം ചെയ്യുമ്പോൾ അനാഥകളോ ദരിദ്രരോ ബന്ധുമിത്രാദികളോ നിങ്ങൾ അരികിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അവർക്ക് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആ നിയമമില്ല, അത് അസ്ഥിരപ്പെട്ടു പോയി. അങ്ങനെ ഒരു നിയമം പിന്നീട് ഇല്ല. ഫറാഇലിന്റെ നിയമം ഇറങ്ങിയതിന് ശേഷം ആ നിയമം പ്രാബല്യത്തിലില്ല. മൂന്നാമതായി നമ്മൾ കേട്ടത്, അനാഥകളുടെ സ്വത്ത് അക്രമപരമായി ആരെങ്കിലും പിടിച്ചെടുക്കുകയാണെങ്കിൽ അവർ തിന്നുന്നത് തീയാണ്, വയറിലേക്ക് നിറയ്ക്കുന്നത് തീയാണ്, അത് സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ള കഠിനമായ താക്കീതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഹദീസ് കേട്ടോളി. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതും പലപ്പോഴും ഫളായിലിന്റെ കിതാബിൽ തരീമിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസാണ്. വലിയ പാപമായ 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ആ 7 വൻപാപങ്ങൾ ഏതാണെന്ന് നബി തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി 7 വൻപാപങ്ങൾ പറഞ്ഞു. ആ 7 വൻപാപങ്ങളിൽ ഒന്നാണ് വഅക്ലു മാലൽ യതീം, യതീമിന്റെ ധനം അകാരണമായി അക്രമമായി അനാവശ്യമായി തിന്നുക. ഏറ്റവും വലിയ പാപമാണ്. അഊദു ബില്ലാഹി